ഇന്ന് വണ്ടികളൊക്കെ പൂജ ചെയ്യുന്ന ദിവസമാണല്ലോ. അപ്പം നമ്മളും രാവിലെ എഴുന്നേറ്റ് വണ്ടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം ഒന്ന് കഴുകി തുടച്ചെടുത്തു. പിന്നെ പൂജയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ബുക്കും പിന്നെ മോളെ ചിലങ്കയൊക്കെ പൂജയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് തിരിച്ചെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ചൊരുങ്ങി ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 3 മണിക്കുള്ളിലായിട്ട് സമയമുണ്ടായിരുന്നു. ഞങ്ങൾ നോക്കിയപ്പം അതായിരുന്നു നല്ല സമയം ചെയ്യുന്നതെന്ന് കണ്ടു. അപ്പോൾ ശരി, ആ ഒരു സമയം കൊണ്ട് കുളിച്ചൊരുങ്ങി വീടിൻ്റെ മുറ്റത്ത് ഒരു ചെറിയ റംഗോലിയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിക്ക് പൂജ ചെയ്യാൻ തുടങ്ങി. ആദ്യം കുങ്കുമമൊക്കെ വെച്ച് തുടങ്ങി, പിന്നെ ഫ്ലവറൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ പതിവിലും കൂടുതൽ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത്രയ്ക്കും ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. എന്നാലും നമുക്കിന്ന് വണ്ടി പൂജ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഇന്നില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ദീപാവലിക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാർ ദീപാവലിയുടെ അന്ന് പൂജ ചെയ്യാറുണ്ട് വണ്ടികൾക്കൊക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ ദസറയ്ക്ക്. കൂടുതൽ ആൾക്കാരും ഈ ഒരു സമയത്ത് തന്നെയാണ് ചെയ്യാറ്. കുറച്ച് ആൾക്കാരൊക്കെ ദീപാവലി ടൈമിലും ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇന്നിനും ചെയ്യണമെന്നൊക്കെ. രാവിലത്തെ ആ ഒരു കണ്ടീഷൻ കണ്ടപ്പം പിന്നെ നമ്മളെല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചതുകൊണ്ട് തന്നെ അതിന് മുടക്കം വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പൂജയൊക്കെ ചെയ്തു. എന്നിട്ട് നാരങ്ങയൊക്കെ ഇതുപോലെ ഉടച്ച് അത് കഴിഞ്ഞിട്ട് ഓരോ വണ്ടികളായിട്ട് എടുത്തു തുടങ്ങി. ആദ്യം കാർ ഒരു റൗണ്ട് ഓടിച്ചിട്ട് വന്നതിന് ശേഷം പിന്നെ ജിജോട്ടൻ ബൈക്ക് എടുത്തിട്ട് പോയി. ഞാനിപ്പോൾ അങ്ങനെ വണ്ടി എടുക്കാറില്ലല്ലോ. അപ്പം എല്ലാം ജിജോട്ടൻ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മോളുടെ വണ്ടിക്ക് നമ്മൾ പൂജ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അവളുടെ സൈക്കിളും പിന്നെ സ്കൂട്ടറൊക്കെ എടുത്തൊന്ന് ഓടിക്കുകയും ചെയ്തു കേട്ടോ.